അടുത്ത ലെവലിലോട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും കാളയുടെ ഒരു തീരുമാനത്തിൽ എത്തിയെന്ന് തോന്നുന്നു. ഇനി അടുത്ത ലിസ്റ്റിൽ ഇതിന്റെ അടുത്ത് എന്തെങ്കിലും മൈൻഡിലുണ്ടോ? കുതിരയൊക്കെ ഉണ്ട്. ഇനി ആനയും കൂടെ ഉള്ളു. ഇല്ല കുതിരയും കാളയൊക്കെ ഏകദേശം സെയിം റേഞ്ച് അല്ലേ? ആനയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഹോഴ്സും ബുള്ളും ഒക്കെ ഏകദേശം സെയിം റേഞ്ച് തന്നെ, എനർജി ഒക്കെ സെയിം. അത് തന്നെ നമുക്ക് വളർത്താൻ. ഇപ്പം ആനയാണെങ്കിൽ ആന പാപ്പാൻ മറ്റേ ലൈസൻസ് പാപ്പാൻ വേണം, അവന് നമ്മളെ ചെലവ് കൊടുക്കണം. അതൊന്നും ഇതൊന്നും എന്റെ ജീവിതത്തിൽ ഞാൻ പരീക്ഷിക്കില്ലായിരുന്നു അർജുൻ ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ. കാരണം ഞാൻ അത്രയ്ക്ക് ഭയങ്കര ഒരു എന്താ എനർജി കാണിക്കാൻ പറ്റുന്ന ഒരു ആൽഫ ഒരു ടൈപ്പ് ഒന്നും അല്ല. ഡോമിനേഷൻ നമുക്ക് നല്ല രീതിയിൽ കാണിക്കാൻ പറ്റിയാലേ ഇതിനൊക്കെ ഒരു കൺട്രോളിൽ നിർത്താൻ പറ്റുള്ളൂ. അത് അർജുൻ ചേട്ടനെ കൊണ്ടേ പറ്റൂ. എനിക്കൊന്ന് കേരളത്തിലെ തന്നെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കപ്പിൾ ചിലപ്പോൾ നിങ്ങളായിരിക്കും. ഞാൻ കാണിച്ചു കേരള പെറ്റ് ഫാം അല്ലേ? അതെ, ആരാ? കേരള പെറ്റ് ഫാം സൂതിയൊക്കെ ഭയങ്കര ഇതായിട്ടാണ് വളർത്തുന്നത്. അതെ അതെ അതെ, വളരെ നമ്മളെക്കാളും വളരെ പ്രൊഫഷണലാണ്. അവർക്ക് ഇഷ്ടം പോലെ സ്ഥലം ഒക്കെ ഉണ്ട്. നമ്മൾ ഒരുപാട് ലിമിറ്റേഷൻസിലാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ എൻക്വയറീസ് ഒക്കെ ചോദിക്കുന്നവരുണ്ടോ? അതായത് നിങ്ങൾ ഈ പെറ്റ്സിനെ ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും ഇതേപോലുള്ള ഓരോ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കും. ചുമ്മാ ട്രെയിൻ ചെയ്യാനൊക്കെ വിളിക്കും, ചേട്ടൻ പോവില്ല. ചേട്ടാ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ചേട്ടൻ പറഞ്ഞു ഞാൻ എന്റെ പട്ടിയെ ഞാൻ വേറൊരു പട്ടിക്ക് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു മൈൻഡ് സെറ്റ്. ഞാൻ പേഴ്സണലി ചോദിക്കട്ടെ, എനിക്ക് കണ്ടല്ലോ നേരത്തെ, എനിക്ക് നല്ല പേടിയാണ് സീരിയസ്ലി. അത് എനിക്കറിയത്തില്ല ഇതെങ്ങനെ. ഒരു പട്ടിയോ വന്ന് മിണ്ടാതെ നിന്നാൽ പോലും എൻ്റെ ഉള്ളു കിടന്ന് ഇങ്ങനെ ഇടിക്കും. എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എനിക്കറിയാം അതവിടെ മിണ്ടാതിരിക്കുകയാണെന്ന് അറിയെങ്കിലും ഇങ്ങനെ, അതായത് ഒരു റോഡിന് ഞാൻ പോകുമ്പോൾ എൻ്റെ നേരെയാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഞാൻ ക്രോസ് ചെയ്യും. ശരിക്കും പറയാം, ഞാൻ ക്രോസ് ചെയ്ത് എനിക്ക് തെറ്റാണെന്ന് ഞാൻ പറയില്ല. എന്റെ ഫ്രണ്ട്സ് പറഞ്ഞെങ്കിൽ ഞാൻ ഓടൂലേ. ഒരു പാവം പാമ്പാണെന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കില്ല, ഞാൻ ഓടിപ്പോ. എന്റെ ഫോബിയാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ വിചാരിക്കും അങ്ങനെ ഇപ്പൊ എല്ലാ പട്ടികളും കടിക്കാനായിട്ടായിരിക്കില്ലല്ലോ നിൽക്കുന്നത്. അറിയില്ല. പക്ഷെ അപ്പൊ ഞാൻ വിചാരിക്കും പേടി മാറ്റണം എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ അത് മാറിയിട്ടില്ല. അങ്ങനെ ഒരു എനിക്ക് സമ്മതിക്കൂല, അത് വേറെ കാര്യം. അല്ലാത്തൊരു പട്ടി എനിക്ക് പേടിയാണ്. എന്നാലും ചേച്ചിക്ക് അത്ര ഒരു പേടി വരത്തില്ലല്ലോ. ചേച്ചി യൂസ്ഡ് കൂടുതൽ അറിയുമ്പോഴത്തേക്ക് കൊച്ചു പിള്ളേർക്ക് ഒരു ഭയങ്കര മൂർച്ചയുള്ള കത്തിയാണെന്ന് അവർ എടുക്കായിരിക്കും. നമ്മൾ കുറച്ചും കൂടെ അറിയുമ്പോഴല്ലേ നല്ല മൂർച്ചയാണ്, എടുത്ത കൈ മുറിയെന്ന് അറിയുമ്പോഴല്ലേ നമ്മൾ പേടിക്കുന്നത്. ഇതുകൊണ്ട് പട്ടിയെ പറ്റി കൂടുതൽ അറിയുമ്പോഴാണ് കുറച്ച് പേടിയൊക്കെ വരുന്നത്. വേറൊരു ഡോഗ് അർജന്റീന കൊണ്ടുവന്നിട്ട് പോയി തൊട്ടോന്നൊന്നും പറഞ്ഞാൽ ഞാൻ തൊടത്തൊന്നുമില്ല. എനിക്ക് പേടിയാണ്. എനിക്ക് എന്റെ ഡോഗിനെ മാത്രമേ വിശ്വാസമുള്ളൂ, എന്റെ ഡോഗിനെ മാത്രമേ എനിക്ക് പേടിയില്ലാതെ. ഓക്കെ, ഇപ്പൊ ഈ ന്യൂസ് ഒക്കെ കാണാറില്ല ഇങ്ങനെ ഈ പട്ടികൾ ഇങ്ങനെ ആക്രമിക്കുന്ന സംഭവം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും? മനുഷ്യരെ ആക്രമിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യണത്? ന്യൂസ് പറഞ്ഞില്ലേ, മനുഷ്യരെ ആക്രമിക്കുന്നു, രാത്രി ഇപ്പം പിടിച്ചു പറിക്കുന്നു, കള്ളന്മാര് കുത്തിക്കൊല്ലുന്നു, പെമ്പളെ റോഡിനൊക്കെ സമ്മതിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് ആക്രമിക്കും. അതുപോലെയൊക്കെ തന്നെ ഉള്ളു പട്ടിയുടെ കാര്യം. എല്ലാ പട്ടികളും ഒരുപോലെ അല്ല, എല്ലാവരും വീട്ടിലെ പട്ടി ഒരുപോലെ അല്ല, റോഡിലുള്ള എല്ലാ പട്ടി ഒരുപോലെ അല്ല. ഈ റോഡിലുള്ള പട്ടി കടിച്ചെന്ന് പറഞ്ഞു, ഈ കടിക്കുന്ന പട്ടിയാണ് അമ്മ പോയി അടിച്ചു കൊല്ലണത്. കടിക്കുന്ന പട്ടിയല്ലേ, മിണ്ടാ കിടക്കുന്ന പട്ടിയൊക്കെ ഓടിച്ചിട്ട് അടിച്ചോളൂ. ഞാൻ ഇന്നലെയും കണ്ടല്ലോ, ഒരു നടന്നോണം അടിക്കും, ഒരു കമ്പെടുത്തൊരു പട്ടിയാവും, ചുമ്മാ ഒരു പട്ടി കിടന്ന് ഉറങ്ങണം, കമ്പെടുത്ത് കഴിഞ്ഞ് പട്ടി ഓടിക്കണം. ഇനി അതിന് മുമ്പ് എന്തെങ്കിലും പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടോ ഒന്നും അറിഞ്ഞൂടാ. എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്നുമേ ജനറലൈസ് ചെയ്യാനൊന്നും പറ്റൂല. ഉപദ്രവിക്കുന്ന പട്ടികള് എനിക്ക് പറയാനുള്ളത്, ഈ നാടൻ പട്ടിയൊക്കെ വീട്ടിൽ വളർത്തുകൊണ്ട് കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. ഏത് പട്ടിയെ വീട്ടിൽ വളർത്തിയാലും നമ്മൾ വെളിയിൽ പട്ടി ചാടിപ്പോയി മേറ്റാവണം. നാട്ടിൽ ആൾക്കാർ മെനക്കെട്ട് ഗവൺമെന്റ് ഒക്കെ കൊണ്ടുപോയി ന്യൂട്രലൈസ് ഒക്കെ ചെയ്യുന്നുണ്ട് പട്ടികളെല്ലാം. അപ്പൊ ചെവി ഇങ്ങനെ കട്ടി ഇങ്ങനെ കണ്ടാൽ അറിയാം നമുക്ക് ന്യൂട്രൽ ചെയ്ത പട്ടികളാണെന്നുള്ളത്. പിന്നെ ഇതെങ്ങനെ പട്ടിക്കുട്ടികൾ ഉണ്ടാവണം? ഈ വീട്ടിൽ വളർത്തുന്ന പട്ടികൾ ചാടി പോണതാണ്. അല്ലെങ്കിൽ ഈ രണ്ട് പട്ടിയെ വീട്ടിൽ വളർത്തിട്ട് ശ്രദ്ധിക്കാതെ ഒരുമിച്ച് വിട്ടാൽ ഇല്ല, വീട്ടിനകത്ത് തന്നെ മേറ്റാവണ കുട്ടികളെ എടുത്ത് റോഡിൽ വിടും. അങ്ങനെ ഗേറ്റ് തുറന്നിട്ടേക്കുന്ന ഇഷ്ടം പോലെ വീടുകളുണ്ട്. വീട്ടില് പട്ടിയെ വളർത്തിയിട്ട് ഗേറ്റ് തുറന്നിടും. പട്ടി എവിടെ അത് വെളിയിലൊക്കെ പോയി കറങ്ങി മൂത്രമൊക്കെ ഒരു സന്തോഷം തന്നെ. അങ്ങനെയല്ല ഡോഗിനെ വളർത്തുന്നത്. അപ്പൊ അത് വെളിയിൽ പോയി മേറ്റ് ആവണുണ്ടോ ഇല്ലെന്നൊക്കെ ഈ ഓണർ എങ്ങനെ അറിയും? അങ്ങനെ ഇറസ്പോൺസിബിൾ ആയിട്ട് പട്ടിയെ വളർത്തുമ്പോഴാണ് ആ ഏരിയയിൽ പോയി വേറെ ഡോഗായിട്ട് മേറ്റായി അവിടെ മൊത്തം ലിറ്ററായി പട്ടിക്കുട്ടികളായി ഇങ്ങനെ ഇതാവുന്നത്. ഗവൺമെന്റ് വിദ്യാഭ്യാസമൊക്കെ മനുഷ്യനാണല്ലോ ഉള്ളത്. ഇപ്പൊ മനുഷ്യന്മാർ ശ്രദ്ധിക്കാന്നുള്ളതാണ്. ഈ ഇടയ്ക്ക് ന്യൂസ് ഉണ്ട്, ഒരു ഏരിയയിലോട്ട് പോകാൻ പറ്റില്ല, അവിടെ മൊത്തം ഒരാൾ പട്ടി വളർത്തണം. അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല. അത് ഒരാൾക്ക് ദ്രോഹം പറഞ്ഞ രീതിയിലല്ല പട്ടി വളർത്തുന്നത്. അതുകൊണ്ടാണ് സാധാരണ രീതിയിൽ പട്ടി വളർത്തുമ്പോൾ ഒരു ഫ്ലാറ്റിൽ ഒരാളെ പട്ടി വളർത്താൻ സമ്മതിക്കാത്തത്. എനിക്കാണ് നമ്മളെ നാട്ടിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ സമ്മതിക്കാത്തത്. അപ്പം അത് പറ്റാത്തതിൻ്റെ കാരണം ഇതാണ്, ഇങ്ങനെ ജനറലൈസ് ചെയ്യണോണ്ടാണ്. അതൊരു ഭയങ്കര പ്രശ്നമുള്ള സംഭവമാണ്.
പക്ഷെ നമ്മളതിനെ കുറിച്ച് പറയാതിരിക്കണമെന്നല്ല, നമ്മളെ ഐഡിയ വീട്ടിൽ തന്നെ ഡോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മേറ്റായി കുട്ടികളായി കഴിഞ്ഞാൽ നേരെ കൊണ്ട് റോഡിൽ കളയുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അങ്ങനെ ഒരു ഐഡിയ ഇല്ലെങ്കിൽ അതിന് എത്രയോ പ്രൊവിഷൻ ഉണ്ട്. ന്യൂട്രർ ചെയ്യാം, സ്പേ ചെയ്യാം, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഡോഗിന് അത്രയും പുറത്ത് വിട്ടേ അടങ്ങുള്ളൂ അങ്ങനെയുള്ള വീട്ടുകാരാണെങ്കിൽ ഇതുപോലെ ന്യൂട്രോ സ്പേയോ ചെയ്തിട്ട് വെളിയിൽ വിട്ടാൽ കുഴപ്പമില്ല. ആക്ച്വലി ഗവൺമെന്റ് എല്ലാ മെഷേഴ്സും എടുക്കുന്നുണ്ട് സ്ട്രീറ്റ് ഡോഗ്സ് അങ്ങനെ പെരുകാതിരിക്കാനായിട്ട്. പക്ഷേ ഈ വീടുകളിൽ റെസ്പോൺസിബിൾ ആയിട്ട് ഡോഗ്സിനെ വളർത്തുന്നവരാണ് പിന്നെയും ഈ ഡോഗിന്റെ പോപ്പുലേഷൻ ഇങ്ങനെ എല്ലാവരും പറയും നമ്മൾ നാടൻ പട്ടിയെ വളർത്തണം, നമ്മുടെ നാട്ടിൽ ഈ പട്ടിയുള്ളപ്പോൾ നമ്മൾ എന്തിന് ഇമ്പോർട്ട് ഡോഗ്സിനെ വളർത്തുന്നു അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ പട്ടിയെ വളർത്തുന്നു എന്നൊക്കെ. ഈ സ്ട്രേ ഡോഗ് എന്നത് നമ്മുടെ നാട്ടിലെ പട്ടിയാണെന്ന് ആരും ഇവർ പറഞ്ഞാൽ മതി. ഈ സ്ട്രേ ഡോഗ് ഇങ്ങനെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ പട്ടി എന്ന് പറഞ്ഞാൽ രാജപാളയം, ചിപ്പിപ്പാറ, പുള്ളിക്കൂത്ത, മുതോൾ ഹൗണ്ട്, ഇതൊക്കെയാണ് ഇന്ത്യൻ ബ്രീഡ്സ്. ഇതൊന്നും ഇന്ത്യൻ ബ്രീഡൊന്നും അല്ല. ഇതൊക്കെ ഏതോ കോളനൈസേഷൻ്റെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രീഡായി മറ്റേ അവിടെ നിന്നൊക്കെ ചാടിപ്പോയി വെളിയിൽ ആയിപ്പോയതാണ്. എന്തൊക്കെയോ മിക്സ് ബ്രീഡുകളാണ്. ഇപ്പോൾ അത് കുറുക്കനായിട്ട് വരെ ബ്രീഡായി മറ്റേ പുതിയ മ്യൂട്ടേഷനൊക്കെ നീങ്ങും. എന്നാൽ നമ്മൾ വിചാരിക്കുന്ന സംഭവങ്ങളൊന്നും അല്ല, നമ്മളെ കയ്യിലൊന്നും അല്ല ഈ ഇതിൻ്റെ വളർച്ച പോണതും അല്ലെങ്കിൽ ഇതൊന്നും. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യം, നമ്മളെ ഡോഗ്സിനെ നമ്മൾ റെസ്പോൺസിബിലിറ്റി ചെയ്യും. പൂച്ചയാണെങ്കിലും അങ്ങനെ തന്നെ തുറന്നങ്ങനെ വിട്ട് വളർത്തരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് എക്സ്പെൻസീവ് അങ്ങനത്തെ ഒരു സംഭവം ഇല്ലേ ഇതിന്? അതായത് ഡോഗ്സിന് അതാണ് നമുക്കിപ്പം സാരിയൊക്കെ കൊടുക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മൾ 5 ലക്ഷം രൂപ സാരി വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ഡ്രസ്സിങ്ങിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരുപാട് പേര് എനിക്കറിയാം, നല്ല പൈസ ഉള്ളവർ. അവർ സാറിന് ചിലപ്പം 500 രൂപ സാരി കൊടുക്കും. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻസ് upon us. നമുക്ക് പട്ടി എങ്ങനെ വളർത്താം? സാറിന് ഫുഡ് കൊടുത്ത് വളർത്താം, എക്സ്പെൻസീവ് ഫുഡ് കൊടുത്ത് വളർത്താം. അതുപോലെ ചേച്ചിയാണെങ്കിലും ഇപ്പം ഇതിൽ നിന്ന് ആരെങ്കിലും ഒരാൾ വിട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഫാമിലി മെമ്പർ പോകുന്ന പോലത്തെ ഒരു ഫീൽ ആണ്. അതാണ് ഞാൻ പറയാം. ഫാമിലി മെമ്പർ പോണ പോലെയല്ല, ഫാമിലി മെമ്പർ തന്നെയാണ്. നമുക്കിതൊരു ബിസിനസ് അല്ലാത്തത് കൊണ്ട് ഈ പറഞ്ഞ എക്സ്പെൻസ് നമുക്ക് കുറച്ച് ഹയർ സൈഡ് ആയിരിക്കും. യൂഷ്വലി ചിലർ ഇതിൽ നിന്നൊരു ബിസിനസ്, ഇതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കിയിട്ട് ആ പൈസ തന്നെ അവർക്ക് വേണ്ടി തിരിച്ച് യൂസ് ചെയ്യാൻ പറ്റും. അല്ല, കിട്ടിലും പ്ലാനിങ്ങിലൊക്കെ ഉള്ള ആൾക്കാരെ കൊണ്ട് ഒറ്റ പട്ടിയെ വളർത്തി ഷോയൊക്കെ ചെയ്ത് അതിൽ നിന്ന് ബിസിനസ് ചെയ്ത് അതിൽ നിന്ന് കുട്ടികളൊക്കെ എടുത്ത് നല്ല പൈസ ഉണ്ടാക്കിയിട്ട് അവർ സ്വന്തമായിട്ട് കാർ വാങ്ങിയില്ലെങ്കിലും പട്ടിയുടെ ചിലവെങ്കിലും അത് പോകും. പട്ടികളെ തന്നെ അതിൽ നിന്ന് തന്നെ ആ ചിലവിൽ തന്നെ നോക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബിസിനസ് ഇല്ലാത്തത് കൊണ്ട് മേ ബി കുറച്ച് എക്സ്പെൻസ് നമുക്ക് ഹയർ സൈഡ് വരുമായിരിക്കും. പക്ഷേ നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം ആയതുകൊണ്ട് നമുക്ക് അതിലൊരു വിഷമമില്ല. നമ്മളിപ്പോൾ ഇത്രയും ഡോഗ്സിനെ വളർത്തണം, കീപ്പ് ചെയ്യണമെന്നൊക്കെ പറയാൻ നമുക്കറിയാം, നമുക്ക് ഈ ഒരു പീരീഡിലെ പറ്റുള്ളൂ. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മളെ ഏജും നമ്മുടെ ഒരു ഇതൊക്കെ പ്രയോറിറ്റി ഒക്കെ മാറി വരും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് മോൾക്കൊക്കെ മുമ്പേ അല്ലേ നമ്മൾ വാങ്ങിച്ചത് കുറച്ച് ഒരുപാട് ഡോഗ്സ്. ഇപ്പം നമ്പേഴ്സ് കൂടിയത് അങ്ങനെയാണ്. ഇപ്പോഴാണ് നമുക്ക് വളർത്താൻ പറ്റുന്നത്. നമുക്ക് പറ്റാതാവുമ്പോൾ നമ്മളത് കുറയ്ക്കും. കുറച്ച് അവളിപ്പോ യൂസ്ഡ് ആണ് ഇവരെല്ലാവരുമായിട്ട്. അവർക്ക് അങ്ങനെ ജനിച്ചപ്പോ തൊട്ടേ ഇവരെല്ലാവരും കാണുന്നതുകൊണ്ട് അങ്ങനെ ഒരു പുതുമയില്ല. ചേച്ചിയുടെ ഒരു റുട്ടീൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇപ്പൊ ഒരു ദിവസം തുടങ്ങുന്ന തന്നെ എനിക്ക് ഫിക്സഡ് റുട്ടീൻ അങ്ങനെ ഇല്ലാത്ത ഒരാളാണ്. വർക്ക് ഉള്ള സമയത്ത് ഡിഫറെന്റ് ആയിരിക്കും. എവറി ഡേ അങ്ങനെ ചേഞ്ച് ചെയ്ത് വരും. നമ്മളുടെ വർക്ക് റിലേറ്റഡ് കാര്യങ്ങൾ പോലെ നമ്മുടെ ഷെഡ്യൂളും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമ്മളെ മാറുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരുടെയും ഷെഡ്യൂൾസ് അങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. സോ വീട്ടിലുള്ള എല്ലാവരും അഡാപ്റ്റബിൾ ആണ്. ഒരു ചേഞ്ചിന് അങ്ങനെ ഭയങ്കര പ്രശ്നം കാണിക്കാറില്ല. നമ്മുടെ പെറ്റ്സ് ആണെങ്കിലും മോളാണെങ്കിലും ഒന്നും ഒരു ഷെഡ്യൂൾ ചേഞ്ച് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് കാണിക്കാറില്ല.